ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാണ്ട് എന്തൊക്കെയുള്ള വിശേഷങ്ങൾ, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ വേറെ വിശേഷം, ഞാനിപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലാണ്. ഈസ്റ്ററിന് വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ ഇവിടെ നിന്നിട്ടേ വീട്ടിലേക്ക് പോകത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ എഴുന്നിട്ട് മോനുള്ള ഫുഡ് റെഡിയാക്കണം. അപ്പോൾ അത് ഏകദേശമായി. ഇനിയിപ്പോൾ നമുക്കിനി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കാണാവേ. അപ്പോൾ രാവിലെ തന്നെ ആ ചായ കൂടി അങ്ങോട്ട് പാസ്സാക്കലെന്ന് ഓർത്തേ. ഇപ്പം നല്ല കടുപ്പത്തിലൊരു ചായ ഇട്ട് പിന്നെ നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് പൂരി മുട്ട റോസ്റ്റും ആയിരുന്നേ. പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വേഗം അതും അങ്ങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീടിൻ്റെ മുകളിൽ കയറണം. മുകളിൽ കയറിയിട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് ഓർത്തേ. അപ്പോൾ നമുക്ക് ടെറസിൻ്റെ മണ്ടയ്ക്ക് വരാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ടെറസിൻ്റെ മണ്ടയ്ക്ക് കയറി വന്നിട്ടുണ്ടേ. എൻ്റെ കൂടെ പൊന്നൂസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്ട് നമുക്കിവിടെ കുറച്ച് പരിപാടിയുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് കറ്റാർവാടിക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പം രാവിലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ അതിന് ഒഴിച്ചു കൊടുക്കാമല്ലോ നേരത്തെ. അപ്പോൾ ഇത് കണ്ടോ, ചെമ്പരത്തിൻ്റെ ഇലയും പൂവാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പോൾ ഇത് പറിച്ചപ്പം ഏകദേശം ഞാനൊരു ചെറിയൊരു കൊട്ടയ്ക്കകത്തായിരുന്നു പറിച്ചത്. അത് പറിച്ചപ്പോൾ അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഒരു ദിവസത്തെ വെയിൽ കൊണ്ടപ്പോഴത്തേനും കണ്ടത് ഒരു വാരലിന് പോലും ഇല്ല കേട്ടോ. നമ്മുടെ ഒരു കയ്യിൽ കൊള്ളാൻ മാത്രമേ ഉള്ളൂ, അത്രയും പോലും ഇല്ല. അപ്പോൾ പൊടിച്ച് കഴിയുമ്പോഴത്തേനും കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പൊടിച്ചതിൻ്റെ കൂടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇതും കൂടി ആക്കുമ്പോഴത്തേനും ഏകദേശം ആകും കേട്ടോ. ഉള്ളൊരു ചെറിയൊരു ടേബിൾ സ്പൂൺ മതി കേട്ടോ. ആ ഒരു സ്പൂൺ ഇടുമ്പം തന്നെ നന്നായിട്ട് താളി ഉണ്ടാകും കേട്ടോ. നല്ല തിക്കായിട്ടുണ്ടാകും. ഇത് ഇൻട്രേപ്പാണ് കേട്ടോ. അത് നമ്മുടെ രസകായ്ക്കാക്കി അപ്പത്തിൻ്റെ ബാക്കിയാണെന്ന് വെച്ചാൽ കുരിശപ്പമല്ല, നമ്മൾ കുറേ ഇൻട്രേപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ അപ്പത്തിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വെറുതെ കളയായിട്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഇതുണ്ടോ, നമ്മൾ ഉപ്പേരിക്കപ്പയൊക്കെ അരിയല്ലേ, അതുപോലെ അരിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമുക്കല്ല അങ്ങനെ ഉണക്കി കഴിഞ്ഞിട്ട് തന്നെ അതുപോലെ തന്നെ വറുത്തിട്ടും തിന്നാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കറ്റാർവാഴയൊക്കെ ഒന്ന് നനച്ച് കൊടുക്കാനുണ്ട്. ആ നനച്ചതിന് ശേഷം നമുക്ക് കുറച്ച് എടുക്കണം, അതിനകത്തുനിന്ന് കറ്റാർവാഴ പോള എടുക്കണം കേട്ടോ, ജെല്ലാക്കാനായിട്ട് അങ്ങനെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കറ്റാർവാഴ ഒന്ന് നനച്ച് കൊടുക്കാം. കുറച്ച് ചീര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചീരയാണ് ഞാൻ ആദ്യം നനച്ചത്. അത് നമുക്ക് ഉത്സവത്തിനൊക്കെ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയല്ലേ, അങ്ങനത്തെ ചീരയാണ് കേട്ടോ. അപ്പോൾ അതവിടെ വെറുതെ പാകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഓവർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കറ്റാർവാഴയ്ക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. പക്ഷെ ഭയങ്കര വെയിലൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പം സ്ഥിരം നനച്ച് കൊടുക്കലൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ 2-3 ആഴ്ച കൂടിയിട്ടാണ് വീണ്ടും ഒന്ന് നനച്ച് കൊടുത്തത്. അപ്പം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറേ ആയി കേട്ടോ ഇതിൻ്റെ കറ്റാർവാഴ പോലെ എടുത്തിട്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒരു യെല്ലോ കളറിൽ ഇങ്ങനെ എല്ലാം ആയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് എടുക്കണം, കുറച്ച് എടുത്തിട്ട് നമുക്ക് ജെല്ലാക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ മുകളിൽ വന്നിരിക്കുകയാണെങ്കിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പം നല്ല ചൂടുള്ള സമയമല്ലേ, വീടിൻ്റെ അകത്തൊന്നും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. പക്ഷേ വീടിൻ്റെ പൊക്കത്ത് വന്ന് നിൽക്കുകയാണെങ്കിൽ നല്ല ചുറ്റിനും റവറായതുകൊണ്ട് ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ടൗണിൽ പോയപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് വീട്ടിൽ പണികളുണ്ടായിരുന്നേ. വാർത്തിട്ട് അതിൻ്റെ തൂണൊക്കെ അഴിച്ച് മാറ്റാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ആ പണിയിലേക്കൊക്കെ നോക്കുമായിരുന്നേ. ഇപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് കഴിക്കാനായിട്ട് ബീഫും കപ്പയാണ് കേട്ടോ മമ്മി ആക്കുന്നത്. അപ്പോൾ ഇതിനും പപ്പയോ പണിയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഇവിടെ വന്നിട്ട് മമ്മീനെ കുറച്ച് ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് ഓർത്തേ. അങ്ങനെ ഞാൻ കുറച്ച് കപ്പയൊക്കെ പൊളിച്ച് കൊടുക്കാമല്ലോ എന്ന് ഓർത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ. അങ്ങനെ കപ്പയും ബീഫും ഒക്കെ അടുപ്പത്ത് കയറി കേട്ടോ. എന്നാൽ പിന്നെ ആ സമയം കൊണ്ട് കുറച്ച് സമയം കൂടി ഒന്ന് മുറ്റത്തോടൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാമല്ലോ എന്ന് ഓർത്തേ. അങ്ങനെയാണ് തേടി പിടിച്ചാണ്ട് ഈ ഒരു സംഭവത്തിന് ചുവടിലെത്തി കേട്ടോ. ഈ സംഭവം ചെറുപ്പത്തിലൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ മരത്തെ കയറിയും കല്ലെറിഞ്ഞും കമ്പെറിഞ്ഞൊക്കെ പറിച്ച് കഴിച്ചിട്ടുള്ള ഒരുപാട് നെസ്റ്റാൾജി നൽകിയ ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഏതായാലും വന്ന് മരത്തിൻ്റെ ചുവടിലെത്തി. എന്നാൽ പിന്നെ മരത്തിലേക്ക് ഒന്ന് കയറിയും കൂടെ നോക്കാമല്ലോ എന്ന് ഓർത്ത് ഞാൻ കയറിയിരുന്നേ. വീഴുവോന്നറിയത്തില്ല. പണ്ടൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ വലിയ കയറുമായിരുന്നു. വലിയ മരത്തിൻ്റെയൊക്കെ പൊക്കത്തെന്ന് വെച്ചാൽ മാവ്, കശുമാവ്, കൂടുതൽ മാവിൻ്റെ ഒക്കെ പൊക്കത്തിലാണ് കേട്ടോ ചെറുപ്പത്തിലൊക്കെ കയറിയത്. പണ്ടൊക്കെ വരെ കയറിയത്. പക്ഷേ ഇപ്പം അതിനൊന്നും പറ്റുന്നില്ല. ഇപ്പം ആ പണ്ടത്തെ ആ ഒരു എനർജിക്കൊന്നും നമുക്ക് കയറാൻ പറ്റുന്നില്ല കേട്ടോ. ഏതായാലും ഞാനൊരു കശുമാമ്പഴം തിന്നു. അപ്പം മകള് മേളിലുണ്ട്. അപ്പം ഞാൻ കഴിക്കണ കണ്ട്. അപ്പം പിന്നെ താഴെയെല്ലാം കിടപ്പുണ്ട്. അതൊക്കെ നേരത്തെ വീണ് പോയതാ. അപ്പോൾ വേറെ ഒരെണ്ണം നിൽപ്പുണ്ട്. അത് പോക്ക് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറുന്നതാണ്. പക്ഷേ എങ്കിൽ പറ്റുമെന്ന് തോന്നുന്നില്ല, നോക്കാം. നേരൊക്കെ ഉണ്ട്. പൊന്നൂസേ, കൊച്ചിന് വേണ്ട? നീയല്ല അവിടെ നോക്കി കൊതി വിട്ടത്. ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ കാണുമ്പോൾ എനിക്ക് വേണമെന്നൊക്കെ പറയത്തുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റൊന്നും വലിയ അധികം ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ മോക്ക്. വേണ്ടല്ലോ, നമ്മ കഴിക്കണേ. ഇതിപ്പം നമ്മുടെ കശുമാവല്ല കേട്ടോ, ഇത് വേറെ ആളുടെയാണ്. അപ്പോൾ അവർ കശുവണ്ടിയൊക്കെ പറക്കി കഴിഞ്ഞാൽ തോന്നുന്നു. ഇനിയിപ്പം അതിലേക്കായിട്ട് കുറച്ചും കൂടെ കിടപ്പുണ്ട് കേട്ടോ. അത് മഴയൊക്കെ ആകുമ്പോഴത്തേനും ഇനിയിപ്പോൾ നന്നായിട്ട് മുളയ്ക്കും കേട്ടോ. മുളച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ്. കാരണം നമ്മൾ മുള വരുമ്പോഴത്തേനും നമ്മളിത് പറക്കി എടുത്തിട്ട് കറി വെക്കലുണ്ട് കേട്ടോ. നല്ല അപാര ടേസ്റ്റാണ്, കഴിച്ചവർക്ക് അറിയാം കേട്ടോ.
അവിടുത്തെ വീട്ടിൽ കുറേ കിട്ടും കേട്ടോ. അവിടെ ചക്കയ്ക്കും മാങ്ങയ്ക്കൊക്കെ കുറവുള്ളൂ, കശുമാവിനൊന്നും എന്താണ് ക്ഷാമമില്ല കേട്ടോ. അവിടെ കശുമാവുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് കശുവിൻ്റെയൊക്കെ അവിടുത്തെ പറമ്പിലൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ടാകും. അപ്പോൾ മഴ സീസണൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും കുറേ ഉണ്ടാകും. ഇങ്ങനെ അരി വെതിരി ഇട്ട പോലെ ഇങ്ങനെ മുളച്ച് നിൽക്കും. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ പറക്കിയെടുക്കലുണ്ട് കറി വെക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഇഷ്ടം പോലെ മരത്തിൻ്റെ പൊക്കത്തൊക്കെ കയറി പറിച്ചിട്ടുണ്ട്. അന്ന് ഓടിച്ചാടി നടന്ന് കയറി പറിച്ച പോലെ നമുക്ക് ഇപ്പം പറിക്കാൻ പറ്റത്തില്ല. അതാണ് ഈ പ്രായം എന്നൊക്കെ പറയുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. നമ്മുടെ ആ ചെറുപ്പം കാലം നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാലമാണ്. നമുക്കിത് കഴിക്കാം. നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. പിന്നെ നമുക്കിവിടെ വീട്ടിൽ ഇഷ്ടംപോലെ പ്രാവുകളുണ്ട് കേട്ടോ. 6 റൂമുകളായിട്ട് ഇങ്ങനെ എന്താണ് മാറ്റി മാറ്റി ആക്കിയേക്കാണ് കേട്ടോ. അപ്പോൾ 6 റൂമിലും ആൾക്കാരുണ്ട്. 3ഉം 4ഉം 2ഉം 1ഉം ഒക്കെ വെച്ച് ഇങ്ങനെ ഉണ്ട് കേട്ടോ പ്രാവുകൾ. അപ്പം മൊത്തം എത്ര പ്രാവുണ്ടെന്ന് ചോദിച്ചാൽ 18 പ്രാവുകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ ഓൾറെഡി ഫുള്ളായിട്ട്. അപ്പം അത് കൂടാതെ കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുറേ ആണുങ്ങൾ മുട്ടയിട്ടിട്ട് അതിൻ്റെ മേളിൽ പതുങ്ങിയിരിക്കുന്നു, കുറേ ആണുങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പതുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ബാ 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 ഇത് ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചക്ക് മുമ്പ് വീട്ടിൽ വന്നപ്പോൾ ഇത് കുഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ തന്നെ തിരഞ്ഞു പിടിച്ചത്. ഇതന്നേരം കുഞ്ഞായിരുന്നു. ഇപ്പോൾ അതാണ് നല്ല ചിറകൊക്കെ വെച്ച് ഏതാണ്ട് കുറേ തൂവലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആൾ വലുതായി. കഴിഞ്ഞ ദിവസം ഞാൻ തീറ്റ കൊടുക്കാനായിട്ട് വേണ്ടി വന്നപ്പോൾ ഞാൻ അറിയാതെ തൊട്ട് പോയത്. അതുകൊണ്ടാണോ അതിങ്ങനെ മാറ്റിയിട്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. 2ഉം 2 സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് ഇതാണ്ട് 3ഉം കൂടെ കയറി മുകളിലിരിക്കുകയാണ് കേട്ടോ. ഇനി ഇപ്പം വല്ലയിടത്തും കയറി അടങ്ങിയിരിക്കല്ലെന്ന് ഓർത്തപ്പോഴാണ് വീട്ടിലെ MLA പറഞ്ഞതാണ്ട് പറമ്പിൽ 2 ചൂട്ട് കിടപ്പുണ്ട്, അത് മഴയ്ക്ക് മുമ്പേ പോയി ഇനി വലിച്ചോണ്ട് വരാൻ പറഞ്ഞു കേട്ടോ. എന്നാൽ പിന്നെ ആ പണി അങ്ങ് പാസ്സാക്കാമെന്ന് ഓർത്ത് അതും വലിച്ചോട്ട് വീടിന് മുറ്റത്ത് കൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് പുറകെ ഇപ്പോൾ അല്ലറ ചില്ലറ പണിയൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരാൻ തുടങ്ങി കേട്ടോ. എന്നാൽ പിന്നെ അതും കൂടി അങ്ങ് പാസ്സാക്കിയിട്ട് ഇനി ഇപ്പം കയറാമല്ലോ എന്ന് ഓർത്തേ. ഹലോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്വന്തം വീട്ടിലെ ഒരു രാവിലെ മുതലുള്ള ഒരു ഹാഫ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലിയധികം തിരക്കുകളൊന്നും ഇല്ല കേട്ടോ. കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ആയിട്ടുള്ളൊരു സമയമാണ്. നമ്മളെപ്പോലെയുള്ള പെൺമക്കൾക്ക് അവരുടെ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫുൾ റൊട്ടീനും അങ്ങോട്ട് മാറും അല്ലേ. ഒന്നാമതായിട്ട് ഭക്ഷണം, ഉറക്കം, അങ്ങനെ ഈ പിള്ളേരെ നോക്കുന്ന പരിപാടി, ജോലികൾ, ഇതിലെല്ലാം മാറ്റം വരും. ഒരു സുഖനിദ്ര സുഖജീവിതം ഇച്ചായി വരുന്നിടം വരെയുള്ള കേട്ടോ. ഇച്ചായി ഇപ്പം എറണാകുളത്ത് പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ ചെറിയ ഒരാഴ്ചത്തേക്കുള്ള ലോങ് ആയിട്ടുള്ള ഓട്ടം ഉണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഈസ്റ്ററൊക്കെ വരികയുള്ളൂ ഈ ഒരു റൊട്ടീനൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പഴയ റൊട്ടീനിലേക്ക് ഞാൻ ഇങ്ങനെ അങ്ങ് മാറും കേട്ടോ. അപ്പോൾ ഇനി വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ. ടാറ്റാ.